വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടാം പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠഭാഗമായ ഇന്ത്യ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഡെൻസിറ്റി ഗ്രോത്ത് ആൻഡ് കോമ്പോസിഷൻ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ തുടർച്ചയായ പാഠഭാഗങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്നിവിടെ ആദ്യമായി വിശദീകരിക്കുന്നത് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, ജനസംഖ്യ വളർച്ച എന്ന ആശയമാണ്. ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ is the change in number of people living in a particular area between 2 points of time. നിശ്ചിത കാലയളവിൽ ഒരു പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റമാണ് ജനസംഖ്യ വളർച്ച. ഇത് പ്രധാനമായും രണ്ട് ഘടകങ്ങളാണ് ഈ വളർച്ചയിൽ നമ്മൾ പരിഗണിക്കുന്നത്. ഒന്ന് സ്വാഭാവിക ജനസംഖ്യാ വളർച്ച, നാച്ചുറൽ ഗ്രോത്ത്. രണ്ട് പ്രേരിത ജനസംഖ്യാ വളർച്ച, ഇൻഡ്യൂസ്ഡ് ഗ്രോത്ത്. നാച്ചുറൽ ഗ്രോത്ത് ഈസ് അനലൈസ്ഡ് ബൈ assessing crude birth rate and death rate. സ്വാഭാവിക വളർച്ച മനസ്സിലാക്കുന്നത് ക്രൂഡ് ജനന നിരക്ക്, ക്രൂഡ് മരണനിരക്ക് എന്നിവ വിശകലനം ചെയ്യുന്നത് വഴിയാണ്. whereas induced growth is explained by volume of inward and outward movement of people in a given area. ഒരു പ്രദേശത്തേക്കും അവിടെ നിന്നും പുറത്തേക്കുമുള്ള കുടിയേറ്റക്കാരുടെ വ്യാപ്തം അടിസ്ഥാനമാക്കിയാണ് പ്രേരിത വളർച്ചാ നിരക്ക് കണക്കാക്കുന്നത്. ഇന്ത്യയിലെ വാർഷിക ദശാബ്ദ ജനസംഖ്യ വളർച്ചാ നിരക്കുകൾ വളരെ ഉയർന്നതും ക്രമമായി വർദ്ധിക്കുന്നതുമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ 2011 സെൻസസ് പ്രകാരം ജനസംഖ്യ വളർച്ചാ നിരക്ക് 1.64%. The decadal and annual growth rate of population in India are both very high and steadily increasing over time. As per 2011 census, the annual growth rate of India's population is 1.64. Now we can discuss about population doubling time. ജനസംഖ്യ ഇരട്ടിക്കൽ സമയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. Population doubling time is the time taken by any population to double itself at its current annual growth rate. നിലവിലെ വാർഷിക വളർച്ചാ നിരക്കിൽ ഏതൊരു ജനസംഖ്യയും ഇരട്ടിക്കാനെടുക്കുന്ന സമയമാണ് ജനസംഖ്യ ഇരട്ടിക്കൽ സമയം. 1901 സെൻസസ് തുടങ്ങി ഏറ്റവും അവസാനം നടന്ന 2011 സെൻസസ് വരെയുള്ള കണക്കുകളാണ് പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ പട്ടിക പ്രകാരം ഓരോ സെൻസസ് വർഷവും ജനസംഖ്യയിലുണ്ടാകുന്ന വ്യത്യാസവും ജനസംഖ്യ വളർച്ച നിരക്കിലെ വ്യത്യാസവും ദൃശ്യമാണ്.
ഇതനുസരിച്ച് ഇന്ത്യയിലെ ജനസംഖ്യ വർധനവ് 4 കാലഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. 1901 മുതൽ 21 വരെ ഒന്നാം ഘട്ടം, 1921 മുതൽ 51 വരെ രണ്ടാം ഘട്ടം, 51 മുതൽ 81 വരെ മൂന്നാം ഘട്ടം, 81 ശേഷം നാലാം ഘട്ടം എന്നിങ്ങനെയാണ് നമുക്ക് തരംതിരിക്കാവുന്നത്. ഓരോ കാലഘട്ടവും അതിൻ്റെ സവിശേഷതകളും കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം. Phase 1. The period from 1901 to 1921 is referred to as a period of stagnant or stationary phase of growth of India's population. Since in this period growth rate was very low, even recording a negative growth rate during 1911 to 1921. In this phase, both birth and death rate are high, keeping the rate of population increase low. Poor health and medical services, illiteracy of people, and insufficient distribution system of food and other basic necessities are responsible for high birth and death rates in this period. 1901 മുതൽ 1921 വരെയുള്ള കാലയളവിനെ ഇന്ത്യയിലെ ജനസംഖ്യയുടെ നിശ്ചല വളർച്ചാ ഘട്ടം എന്ന് അറിയപ്പെടുന്നു. ഇക്കാലത്ത് വളർച്ചാ നിരക്ക് വളരെ കുറവായിരുന്നു. 1911 മുതൽ 1921 കാലയളവിൽ വളർച്ചാ നിരക്ക് പ്രതികൂലമായിരുന്നു. ജനന മരണ നിരക്കുകൾ ഒരുപോലെ വർദ്ധിച്ചത് വളർച്ചാ നിരക്ക് കുറയുന്നതിന് കാരണമായി. മോശപ്പെട്ട ആരോഗ്യ വൈദ്യ സേവനങ്ങൾ, വലിയ തോതിലുള്ള നിരക്ഷരത, ഭക്ഷണം ഉൾപ്പെടെ അവശ്യ വസ്തുക്കളുടെ കാര്യക്ഷമത കുറഞ്ഞ വിതരണ സമ്പ്രദായം തുടങ്ങിയവയാണ് ഈ കാലയളവിലെ ഉയർന്ന ജനന മരണ നിരക്കിലുള്ള കാരണങ്ങൾ. നെക്സ്റ്റ്, ഫേസ് 2, 1921 to 1951. The decades 1921 to 1951 are referred to as the period of steady population growth. An overall improvement in health and sanitation throughout the country brought down the mortality rate. At the same time, better transport and communication system improved distribution system. The crude birth rate remained high in this period, leading to higher growth rate than previous phase. This is impressive at the backdrop of Great Economic Depression in 1920s and World War II. 1921 മുതൽ 1951 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ ക്രമമായ ജനസംഖ്യ വളർച്ചാഘട്ടം എന്നാണ് അറിയപ്പെട്ടത്. രാജ്യത്തെ ആരോഗ്യ ശുചിത്വ രംഗത്തുണ്ടായ വലിയ പുരോഗതി മരണനിരക്ക് കാര്യമായി കുറച്ചു. ഗതാഗത വാർത്താവിനിമയ സംവിധാനത്തിലുണ്ടായ പുരോഗതി വിതരണ രംഗത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. ക്രൂഡ് ജനനനിരക്ക് ഉയർന്നു തന്നെ നിന്നത് ജനസംഖ്യ വളർച്ചാ നിരക്ക് മുൻ കാലഘട്ടത്തേക്കാൾ ഉയരാൻ കാരണമായി. 1920കളിലെയും രണ്ടാം ലോക മഹായുദ്ധ കാലങ്ങളിലെയും മഹാസാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഫേസ് 3,
1951 to 1981. The decades 1951 to 1981 are referred to as the period of population explosion in India, which was caused by a rapid fall in mortality rate but a high fertility rate of population in the country. The average annual growth rate was as high as 2.2%. It is in this period, after the independence, that developmental activities were introduced through a centralized planning process and the economy started showing up, ensuring the improvement of living condition of the people at large. Consequently, there was a high natural increase and higher growth rate. Besides, increased international migration bringing in Tibetans, Bangladeshis, Nepalis and even people from Pakistan contributed to the high growth rate. മൂന്നാം ഘട്ടം 1951 മുതൽ 1981 വരെ. ഈ ദശാബ്ദങ്ങൾ ഇന്ത്യയിലെ ജനസംഖ്യാ വിസ്ഫോടന കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ മരണനിരക്ക് ക്രമാതീതമായി കുറയുകയും ജനനനിരക്ക് കുത്തനെ ഉയരുകയും ചെയ്തു. ജനസംഖ്യയുടെ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് 2.2% വരെ ഉയർന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേന്ദ്രീകൃത ആസൂത്രണ പദ്ധതിയിലൂടെ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുകയും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി സ്വാഭാവിക ജനസംഖ്യാ വർധനവും വളർച്ചാ നിരക്കും ഉയർന്നു. ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ, ടിബറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര കുടിയേറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്ക് വർദ്ധിക്കുന്നതിന് കാരണമായി. Phase 4 1981 till present. In the post 1981 till present, the growth rate of country's population, though remained high, has started slowing down gradually. A downward trend of crude birth rate is held responsible for such a population growth. This was in turn affected by an increase in the mean age at marriage, improved quality of life, particularly education of females in the country. നാലാം ഘട്ടം 1981 മുതൽ നാളിതുവരെ. 1981 ശേഷം ഇന്നോളം രാജ്യത്തെ ജനങ്ങളുടെ എണ്ണത്തിൽ വളർച്ചയുണ്ടായെങ്കിലും വളർച്ചാ നിരക്ക് ക്രമേണ കുറഞ്ഞു വന്നു. ജനനനിരക്കിലുണ്ടായ കുറവാണ് ഇതിന് കാരണമായത്. ശരാശരി വിവാഹപ്രായം ഉയർന്നതും ജീവിത നിലവാരം, പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിലുണ്ടായ പുരോഗതിയുമാണ് ഇതിനെ പ്രധാനമായും സ്വാധീനിച്ചത്. ഇനി നമുക്ക് അടുത്ത ഒരു പ്രധാന ആശയമായ റീജിയണൽ വേരിയേഷൻ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. The growth rate of population during 1991 to 2001 in Indian states and union territories shows very obvious pattern. The states like Kerala, Karnataka, Tamil Nadu, Andhra Pradesh, Odisha, Puducherry and Goa show a low rate of growth not exceeding 20% over the decade. Kerala registered the lowest growth rate, that is 9.4%, not only in this group of states but also in the country as a whole. It is in this belt comprising Gujarat, Maharashtra, Rajasthan, Punjab, Haryana, Uttar Pradesh, Uttarakhand, Madhya Pradesh, Sikkim, Assam, West Bengal, Bihar, Chhattisgarh and Jharkhand, the growth rate
on an average remained 20 to 25%. ജനസംഖ്യാ വളർച്ചയിലെ പ്രാദേശിക വ്യതിയാനങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 1991 മുതൽ 2001 വരെയുള്ള കാലയളവിലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് വ്യക്തമായ ക്രമം പ്രദർശിപ്പിക്കുന്നു. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പുതുച്ചേരി, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ 20% കൂടാതെ താഴ്ന്ന വളർച്ചാ നിരക്കാണ് കാണിച്ചത്. ഈ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ കണക്കാക്കുമ്പോഴും കേരളവും ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, സിക്കിം, അസം, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഈ മേഖലയിൽ ശരാശരി വളർച്ചാ നിരക്ക് 20 മുതൽ 25%. തുടർന്നുള്ള പാഠഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്ന് ചർച്ച ചെയ്ത പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ നൽകുന്നു. ഇവ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിന് അത് അയച്ചു കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ നാച്ചുറൽ ഗ്രോത്ത് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. സ്വാഭാവിക ജനസംഖ്യ വളർച്ചയും പ്രേരിത ജനസംഖ്യ വളർച്ചയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. രണ്ടാമത്തെ ചോദ്യം, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ റീജിയണൽ വേരിയേഷൻ ഇൻ പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ജനസംഖ്യാ വളർച്ചയിലെ പ്രാദേശിക വ്യതിയാനങ്ങളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. മൂന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ 4 ഫേസസ് ഓഫ് ഡെമോഗ്രാഫിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ജനസംഖ്യാ ചരിത്രത്തിലെ 4 ഘട്ടങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക.